വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെന്നെ വിളിക്കാറുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കാലഘട്ടം യാത്രകളുടെ കാലം. എല്ലാ മനുഷ്യരും യാത്ര ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. കോവിഡിന് മുമ്പുള്ള കാലത്തേക്കാൾ അതിൻ്റെ മത്സരം നടക്കുന്നത് പണത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളിലല്ല, പകരം ക്വാളിറ്റിയിലാണ്. എന്ത് വ്യത്യസ്തത നിങ്ങൾക്ക് ടൂറിൽ കൊണ്ടുവരാം എന്നതിലാണ്. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തമായ ടൂറുകൾ, ആളുകളെ ആവേശം കൊള്ളിക്കുന്ന ടൂറുകൾ, ആളുകളുടെ ജീവിതത്തിൽ എക്കാലവും ഓർമ്മിച്ചിരിക്കുന്ന യാത്രകൾ നൽകുന്ന സംരംഭമായി ഡൈന ടൂർസ് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്ന ഒരു ടൂർ കമ്പനിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ വീട്ടുകാർ നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. എൻ്റെ പിതാവിനൊരു പാരൽ കോളേജ് ഉണ്ടായിരുന്നു മലയാളത്തിൽ. അദ്ദേഹം ഈ പാരൽ കോളേജ് നടത്തുമ്പോൾ എല്ലാ വർഷവും 2 തവണയെങ്കിലും പാരൽ കോളേജിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ ചേർത്ത് യാത്രകൾ നടത്തും. അപ്പോൾ ഞങ്ങൾ മക്കൾക്ക് സ്വാഭാവികമായിട്ട് അതിൽ സീറ്റുണ്ടാവും. സൗത്ത് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലേക്കും എല്ലാ പ്രധാന പട്ടണങ്ങളിലേക്കും ഏതാണ്ട് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേക്കും ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അന്ന് ഈ യാത്ര ചെയ്യുമ്പോൾ ഒരു നിബന്ധനയുണ്ടായിരുന്നു ഞങ്ങൾ മക്കൾക്ക്. ഞങ്ങൾക്കൊരു ചെറിയ നോട്ട്ബുക്ക് തരും. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഒരാഴ്ചക്കകം ഈ യാത്രയുടെ അനുഭവങ്ങൾ ഒരു യാത്രാ വിവരണമായിട്ട് എഴുതി കൊടുക്കണം. അത് എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത ടൂറിൽ പങ്കെടുക്കൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിബന്ധന. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അങ്ങ് പോകുമ്പോൾ ഓരോ സ്ഥലവും അവിടുത്തെ കാഴ്ചകളും അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾ എഴുതി വെക്കും. തിരിച്ചു വന്നതൊരു യാത്രാ വിവരണമായിട്ട് കൊടുക്കുകയും ചെയ്യും. പലപ്പോഴും സംഭവിക്കുന്നത് ഞാൻ എഴുതുന്ന യാത്രാ വിവരണം തന്നെയായിരിക്കും എൻ്റെ സഹോദരിമാരുടെയും യാത്രാ വിവരണം. ഞങ്ങളത് കോപ്പി ചെയ്യാറാണ് പതിവ്. ആ യാത്ര സംസ്കാരം, യാത്ര ചെയ്ത് ആ അനുഭവങ്ങൾ എഴുതി വെച്ച് പിന്നീട് വായിച്ചു നോക്കാനോ വായിക്കാൻ മറ്റൊരാൾക്ക് കൊടുക്കുകയോ ചെയ്യുന്ന ഒരു സംസ്കാരമായിരിക്കണം പിന്നീട് യാത്ര ചെയ്യുമ്പോൾ അതിനെ ഒരു ടെലിവിഷൻ പരിപാടിയാക്കി ആയിരക്കണക്കിന് ആളുകളിലേക്ക്, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ദൃശ്യയാത്രാകരണമാക്കി മാറ്റുന്നതിന് പ്രചോദനമായ ഒരു കാര്യമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. യാത്രകൾ അനാവശ്യമായ ഒരു കാര്യമായിട്ട് ചിന്തിച്ചിരുന്ന ഒരു കാലമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു സഞ്ചാരം പോലുള്ള നിരവധി ട്രാവൽ പരിപാടികളുമൊക്കെ മലയാളികൾ കാണാൻ ആരംഭിച്ചതോടുകൂടി അവരുടെ യാത്രാ മോഹങ്ങൾ വളർന്നു. പുതിയ തലമുറ ആളുകൾക്ക് ഈ നാടിനപ്പുറമുള്ള ലോകം എന്താണെന്ന് അറിയണമെന്ന ആഗ്രഹമുണ്ടായി. അത് ടെലിവിഷനിലൂടെ കണ്ടപ്പോൾ ഇത്ര എക്സൈറ്റിംഗ് ആയ ലോകം നമുക്ക് പുറത്തുണ്ട് എന്ന് തിരിച്ചറിയാൻ തുടങ്ങി. സഞ്ചാരത്തിന്റെ ആദ്യ നാളുകളിൽ ഞാൻ 97-ലാണ് എൻ്റെ ആദ്യ ലോകയാത്ര ആരംഭിക്കുന്നത്. 97 നേപ്പാളിലേക്ക് ഒരു യാത്രയായിരുന്നു. പക്ഷെ പിന്നീട് 2001 വരെ കാത്തിരിക്കേണ്ടി വന്നു എനിക്കത് സംപ്രേഷണം ചെയ്യാൻ. ഏഷ്യാനെറ്റിലാണ് അത് സംപ്രേഷണം ആരംഭിക്കുന്നത്. അതുവരെ ട്രാവൽ വീഡിയോ, ട്രാവലോഗ്, വിഷ്വൽ ട്രാവലോഗ് എന്നൊക്കെ പറയുമ്പോൾ ടെലിവിഷൻ ചാനലുകൾക്കൊക്കെ അവിശ്വസനീയമായിരുന്നു. അന്ന് വിദേശയാത്ര നടത്തുന്ന 90കളിലൊക്കെ വിദേശയാത്ര നടത്താൻ പറ്റുന്നത് അപൂർവം ആളുകൾക്ക്. ഒരു മുടക്കവും കൂടാതെ ഒരു ട്രാവൽ പരിപാടി ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളത് ആർക്കും വിശ്വസനീയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 4-4.5 വർഷം എടുത്തു ഞാൻ ആ ചിത്രീകരിച്ച സംപ്രേഷണം ആരംഭിച്ചതിന് ശേഷം 2012 വരെ ഏഷ്യാനെറ്റ് സംപ്രേഷണം തുടരുമ്പോഴും ഒരൊറ്റ എപ്പിസോഡ് പോലും മുടക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഉണ്ടായ ഒരു നേട്ടം. അപ്പോൾ ഈ സഞ്ചാരം ആരംഭിക്കുന്ന കാലത്ത് ഞാൻ ഈ ലോകരാജ്യങ്ങളുടെ ദൃശ്യങ്ങൾ കാണിക്കുകയും അവിടുത്തെ മാറ്റങ്ങൾ, നമ്മുടെ നാട്ടിൽ വരേണ്ട മാറ്റങ്ങൾ ഒക്കെ പറയുകയും ചെയ്യുമ്പോൾ അക്കാലത്ത് എനിക്ക് കിട്ടിയിരുന്ന കത്തുകൾ, ഇമെയിലുകൾ, കമ്മ്യൂണിക്കേഷൻസ് പല രീതിയിലുള്ളത് ഒക്കെ അവിശ്വസനീയതയുടേതായിരുന്നു. അന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഷയിൽ ഇന്നത്തെ വാക്കുകൾ അന്നില്ലെങ്കിലും ആളുകളൊക്കെ പറഞ്ഞിരുന്നതാണ്, നിങ്ങൾ വെറുതെ തള്ളി മറിക്കരുത്. ലോകത്തിലെ സ്വർഗം ഒന്നുണ്ടെങ്കിൽ അത് കേരളമാണ്. ഇതിനപ്പുറം നിങ്ങൾ അത്ഭുതങ്ങളുണ്ടെന്ന് പറയരുത്. ലോകത്തിലെ ഏറ്റവും പ്രബുദ്ധരായ ജനം മലയാളികളാണ്. ഏറ്റവും സുന്ദരമായ നാട് കേരളമാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നിങ്ങൾ പറ, വേറെ ഏതെങ്കിലും രാജ്യത്തിന് പേരുണ്ടോ? ഇല്ല. മനുഷ്യൻ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് പോകെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി, നമ്മളെക്കാൾ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടെന്നും നമ്മളെക്കാൾ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടെന്നും നമ്മളെക്കാൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും നമ്മളെക്കാൾ മികച്ച ജീവിത നിലവാരവും ഒക്കെയുള്ള നാടുകളുണ്ടെന്ന് ക്രമേണ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി.
അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉണ്ടെന്ന് മനുഷ്യർക്ക് അറിയാമായിരുന്നു. പക്ഷേ ചൈന അങ്ങനെ മാറിക്കഴിഞ്ഞെന്ന്, വിയറ്റ്നാം മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന്, തായ്ലൻഡിൽ നിന്ന് നമ്മൾ പേരുദോഷം മാത്രം കേട്ടിട്ടുള്ള ഒരു നാട് പോലും നമ്മളെക്കാൾ അടിസ്ഥാന സൗകര്യത്തിന്റെയും മറ്റു സാങ്കേതിക മേഖലകളുടെയും കാര്യത്തിൽ അക്കാലത്ത് വളരെ മുന്നിലായിരുന്നു എന്നും അന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തിനേറെ, എൻ്റെ ആദ്യ യാത്രയിൽ നേപ്പാളിലേക്ക് പോകുമ്പോൾ, നേപ്പാളില് 97 ഞാൻ ചെല്ലുമ്പോൾ അവിടെ BMBC ടാർഗ് ഉണ്ട്, ഇന്നത്തെ ഇവിടെ നടക്കുന്ന ആ റോഡ് ടാർഗ്. അന്ന് കേരളത്തിൽ ഇത് കണ്ടിട്ടില്ല. അന്ന് കേരളത്തിൽ നമുക്കറിയാം അക്കാലത്തൊക്കെ സാധാരണ പോലെ വലിയ ഒരു ഇരുമ്പ് പ്ലേറ്റ് വഴിയരികി വെച്ച് അതിന്റെ മുകളിൽ മെറ്റലും ടാറും ഒക്കെ ഇട്ട് നമ്മൾ ഉപ്പേരി വറക്കുന്ന പോലെ വറുത്തെടുത്ത് റോഡ് റോളർ ഉരുട്ടി ടാർ ചെയ്യുന്ന ഒരു കാലത്ത് അവിടെ ഈ യന്ത്രം കൊണ്ട് ടാർ ചെയ്ത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടുത്തെ റോഡുകൾ നല്ല മിനുസിലാത്ത പോലെ വിദേശികളായ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഒഴുകുന്ന ഒരു കാര്യത്തിനും ടൂറിസം എന്ന് വിളിക്കാം എന്ന് ഞാൻ അന്നാണ് തിരിച്ചറിഞ്ഞത്. അതിന്റെ ഓരങ്ങളിലെ കടകളിൽ അന്ന് കണ്ടത് ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഉപകരണങ്ങൾ മാത്രമാണ്. നേപ്പാളിലേക്ക് ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്നത് ഹിമാലയത്തിലേക്ക് അല്ലെങ്കിൽ എവറസ്റ്റിലേക്കുള്ള പരിവേഷണത്തിന്, യാത്രകൾക്ക്, സാഹസിക യാത്രയ്ക്കൊക്കെയാണ്. ഇതിനു വേണ്ട കൊളുത്തുകള്, മഴു, കയറ്, ടെന്റിനുള്ള ഉപകരണങ്ങൾ, ഇങ്ങനെ നിരവധിയായ ഉപകരണങ്ങൾ മാത്രം വിൽക്കുന്ന കടകൾ, അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ. അപ്പൊ യഥാർത്ഥ ടൂറിസത്തിന്റെ ഒരു സ്പിരിറ്റ് എന്താണെന്നും ഞാൻ ഈ ആദ്യ യാത്ര തന്നെ ഒരു ഷോക്കിംഗ് അനുഭവമായിട്ട് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപ്പോൾ ഓരോ ചെറിയ യാത്രകളും കഴിയുമ്പോൾ, നേപ്പാളിൽ നിന്ന് പിന്നെ ഞാൻ മാൽദീവ്സിലേക്കാണ് പോകുന്നത്. ഈ മാൽദീവ്സ് ചെല്ലുമ്പോൾ, മാൽദീവ്സിലേക്ക് പോകാനുള്ള കാരണം അന്ന് എയർ മാൽദീവ്സ് എന്ന് പറഞ്ഞ എയർലൈൻ ഉണ്ടായിരുന്നു, പിന്നീട് അത് നിന്ന് പോയി. ആ എയർ മാൽദീവ്സ് വിമാനത്തില് തിരുവനന്തപുരത്ത് നിന്ന് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അങ്ങനെ രണ്ടാമത്തെ യാത്ര മാൽദീവ്സിലേക്കൂടെ കഴിഞ്ഞതോടെ എനിക്ക് മനസ്സിലായി, ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മളീ കാണിക്കുന്നതൊന്നുമല്ല യഥാർത്ഥ ടൂറിസം ആക്ടിവിറ്റികൾ. മനുഷ്യൻ കാശുണ്ടാക്കുന്ന ടൂറിസം ഒന്നുമല്ല, ഒരു നാടിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാമ്പത്തിക ശക്തിയായി ടൂറിസത്തെ എങ്ങനെ മാറ്റാമെന്ന് എനിക്ക്. അപ്പൊ അങ്ങനെ പിന്നീട് തായ്ലൻഡിലേക്ക് പോകുന്നു, മലേഷ്യ, സിംഗപ്പൂര്, പിന്നെ യൂറോപ്പിലേക്ക്, അങ്ങനെ ഗ്രാജുവലിയാണ് ഞാൻ ഇങ്ങനെ യാത്രകൾ പിന്നിട്ട് ഇപ്പോൾ 148 രാജ്യത്ത് എത്തുന്നത്. ഈ ഏറ്റവും അവസാനം ഞാൻ യാത്ര ജപ്പാനിലേക്ക് പോയപ്പോ മാറ്റങ്ങൾ, വളർച്ചകൾ, ബുള്ളറ്റ് ട്രെയിൻ, നമുക്കറിയാം ഹൈസ്പീഡ് ട്രെയിൻ നമുക്ക് വലിയ വിവാദമായ ഒരു വിഷയമാണ്. പക്ഷെ ഹൈസ്പീഡ് ട്രെയിനിന്റെ ആവശ്യം എന്നാണ് നമ്മൾ ഹൈസ്പീഡ് ട്രെയിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? എനിക്ക് തോന്നുന്നത് 2021-20 ആയിരിക്കണം അല്ലെ. ജപ്പാൻ ഹൈസ്പീഡ് ട്രെയിനെ കുറിച്ച് എന്ത് ചിന്തിച്ചു തുടങ്ങിയെന്നറിയോ? 1951 ചിന്തിച്ചു തുടങ്ങി. 1964 അത് ഓടാൻ തുടങ്ങി. 1951 ജപ്പാൻ ഒരു സാമ്പത്തിക ശക്തിയോ ലോകശക്തിയോ അല്ലാത്തപ്പോഴാണ് അവർ ബുള്ളറ്റ് ട്രെയിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. വളർന്നതിന് ശേഷമല്ല. ജപ്പാന്റെ വളർച്ചയുടെ ഒരു പ്രധാന കാരണം ബുള്ളറ്റ് ട്രെയിനാണ്. ബുള്ളറ്റ് ട്രെയിൻ, ഹൈസ്പീഡ് ട്രെയിൻ ഓടിയാൽ ആളുണ്ടാവുമോ എന്നുള്ളതല്ല ചോദ്യം. ബുള്ളറ്റ് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ കയറാനുള്ള ആളുണ്ടാവും, അതിനുള്ള ബിസിനസ് ഉണ്ടാവും, അതനുസരിച്ച് എക്കോണമി വളരും. എങ്ങനെയാണ് ആ വളർച്ചയെന്ന് ഇന്നലെയൊക്കെ സഞ്ചാരത്തിൽ, സഫാരിയിൽ ടെലികാസ്റ്റ് ചെയ്ത സഞ്ചാരത്തിന്റെ എപ്പിസോഡിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് യൂട്യൂബിലൊക്കെ ഉള്ളത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നമ്മളൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ ആസ്വാദനം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല, സമയം കളയൽ മാത്രമല്ല, ഉല്ലസത്തെ, വരാനിരിക്കുന്ന തലമുറകളെ സ്വാധീനിക്കുന്ന ആശയങ്ങളാണ് നമ്മൾ ശേഖരിച്ചുകൊണ്ടുവരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും, നമ്മുടെ ബിസിനസ്സിൽ മാറ്റം വരുത്തും, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുത്തും, നമ്മുടെ ലോക കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തും. അവിടെ നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളായി മാറും. അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോഴാണ് കേരളം പോലെ എല്ലാ സാധ്യതകളും ഉള്ള ഒരു പ്രദേശം വികസനത്തിലേക്ക് കടന്നു തുടങ്ങുന്നത്. ഇന്ന് നമുക്കൊരു പുതിയ വികസന പദ്ധതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നതെല്ലാം ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ആളുകളാകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാലങ്ങൾക്ക് പിന്നെ സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ ട്രാക്ടർ വന്ന കാലത്തെ കുറിച്ചൊക്കെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ട്രാക്ടർ വന്ന കാലത്ത് നമ്മളൊക്കെ ചേർന്ന്, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ചേർന്ന് അതിനെ എതിർത്തത്? ട്രാക്ടർ ഉണ്ടാക്കാവുന്ന ഗുണത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല, അതുകൊണ്ടാക്കത്തെ നമ്മൾ എതിർക്കുന്നത്. ആ എതിർപ്പ് കുറഞ്ഞു വരണമെങ്കിൽ മനുഷ്യർ സഞ്ചരിക്കുന്നവരാകണം, അല്ലെങ്കിൽ സഞ്ചരിക്കുന്നവരെ കേൾക്കുന്നവരായി മാറണം. അപ്പൊ അതുകൊണ്ട് ഡൈന ടൂർസ് ഒരു പുതിയ സംരംഭമായി ടൂറിസം മേഖലയിൽ, ട്രാവൽ ഇൻഡസ്ട്രിയിലേക്ക് വിപുലീകരിക്കപ്പെടുമ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്ന ഓരോ ആളും വിശാലമായ മനസ്സുമായിട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരാളായി മാറേണ്ടതുണ്ട്. മാറുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും കൂടെ വേണം. വെറുതെ കാഴ്ചകൾ കാണിക്കുക, നല്ല സദ്യ കൊടുക്കുക, നല്ല വിമാനത്തിൽ യാത്ര ചെയ്യുക എന്നതിനപ്പുറം ഈ കേരള സമൂഹത്തിന് ഒരു കോൺട്രിബ്യൂഷൻ കൂടി കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് കേരളത്തിലെ ടൂർ കമ്പനികൾ, ട്രാവൽ കമ്പനികൾ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോ കേരള സമൂഹത്തിന് എന്താണ് ട്രാവൽ കമ്പനികൾ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, കൊടുക്കുന്ന GST, TCS ടാക്സ് ഇനത്തിൽ കൊടുക്കുന്ന ഒരു തുക മാത്രമല്ല, മറിച്ച് മനുഷ്യരുടെ മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റം, അതിലൂടെ വരാനിരിക്കുന്ന തലമുറകൾക്ക്
കേരളത്തിൽ തന്നെ ജീവിക്കണം എന്നുള്ള ആത്മവിശ്വാസം കൊടുക്കുക. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ മക്കളൊന്നും കേരളത്തിൽ ജീവിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല. നന്ദി ജോർജ് സർ. Now it's the most awaited time. നമ്മൾ ഏറെ